ഹായ്, ഡേസ് ഇറേ. ഈ പടം നല്ല സൗണ്ട് സിസ്റ്റം ഉള്ളൊരു തിയേറ്ററിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പടമായിരിക്കും. കിടിലം പടം കേട്ടോ. ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് ശരിക്കും ഞെട്ടിച്ചു. രണ്ട് ടെക്നീഷ്യൻസിനാണ് എടുത്തു പറയാനുള്ളത്. ഒന്ന്, ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ജയദേവൻ ചക്കാടത്ത്. രണ്ടാമത്തെ ആൾ മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ സേവിയർ. കിടിലം വർക്കായിരുന്നു. പടം ഞെട്ടിച്ചിട്ടുണ്ട്. സൗണ്ടാണ് ഇതിൻ്റെ മെയിൻ. അല്ലാതെ അറിയാലോ, രാഹുലിൻ്റെ അധികം പടങ്ങളിലും പ്രേതം എന്നുള്ള സാധനം അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളതല്ലാതെ ഈ പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഈ വെള്ള സാരി കൊടുത്ത് ഡാൻസ് കളിക്കുന്ന പരിപാടി ഒന്നല്ല. പേടി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അങ്ങനെ പേടി ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് സൗണ്ടും മറ്റൊന്ന് വിഷ്വലാണ്. ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഷ്വലിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് സൗണ്ടിനാണ്. നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ തന്നെ കയറിക്കോ, കിടിലമായിരിക്കും. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ മേക്കിംഗ് ആണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഈ പടത്തിൽ ഇനി ആരഭിനയിച്ചാലും ഇതിൽ കൂടുതൽ വേറെ അധികം ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. കാരണം ആക്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്നതിനെല്ലാം ഒരു പരിധിയുണ്ട്. മനസ്സിലായില്ലേ? അതായത് ടെക്നിക്കൽ ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രണവ് മോഹൻലാലാണ് ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ജിബിൻ എന്ന് പറയുന്ന ആക്ടർ, പിന്നെ ജയ കുറുപ്പ്, പിന്നെ നമ്മുടെ എസ്തെറ്റിക് കുഞ്ഞമ്മ ഡിസൈനറായിട്ടുള്ള അർജുൻ്റെ പെർഫോമൻസും അതിഗംഭീരമായിരുന്നു. അർജുനും അതുപോലെ തന്നെ ജയ കുറുപ്പിൻ്റെയും പെർഫോമൻസ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പ്രണവ് മോഹൻലാൽ അത്ര അടിപൊളിയായെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഇതങ്ങനെ ഒരു ആക്ടറിനെ വെച്ച് തൂക്കാൻ പറ്റിയ പടമൊന്നുമല്ല കേട്ടോ. ഇതിൽ ആരഭിനയിച്ചു കഴിഞ്ഞാലും ഒരേപോലെ തന്നെ ഉണ്ടാകും. പിന്നെ എനിക്കൊരു ഒരു അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രണവും അതുപോലെ തന്നെ ജിബിൻ എന്ന് പറയുന്ന ആക്ടറുണ്ട്. അയാളൊരു മധുസൂദനൻ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. ഈ മധുസൂദനൻ പോറ്റിയും പ്രണവിൻ്റെ കഥാപാത്രവും തമ്മിലുള്ള ഇന്ററാക്ഷൻ സീൻ, അവർ തമ്മിലുള്ള കോൺവെർസേഷന്, അവർ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഭാഗത്തെല്ലാം എന്തോ ഒരു ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നി. അത് മാത്രമല്ല, പ്രണവിൻ്റെ ഡയലോഗ് ഡെലിവറിയിൽ അതുപോലെ തന്നെ അഭിനയിക്കുന്ന സമയത്ത് ഈ കൈയും കാലെല്ലാം അയാൾ ഉപയോഗിക്കുന്നതെല്ലാം അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതെല്ലാം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു ഒക്കെ എനിക്ക് തോന്നി. പക്ഷെ ഇതൊന്നും ആ സിനിമയെ ബാധിക്കുന്നൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം പേടിച്ചൊരുമാതിരിയായി പോകും. ഇന്റർവെൽ തൊട്ട് പടം കഴിയുന്നത് വരെ നമ്മൾ ഏകദേശം ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടി വരും. നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടുണ്ട്. കിടിലായിരുന്നു. പക്ഷെ ഞാൻ കയറിയ തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ ഊഹിക്കാലോ, ഒരു നല്ലൊരു സീൻ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരുപാട് കമന്റ്സും ഈ കൂക്കലും ഒരുപാട് കാര്യങ്ങളെല്ലാം കേൾക്കും. സോ ഈ പടം ഒന്നുകൂടി കാണേണ്ടി വരും. നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ കയറിയിട്ട് പറ്റുമെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്ന് കണ്ടോളൂ. എന്നാലും മോശമാവില്ല, കിടിലമായിരിക്കും. പിന്നെ ഈ രാഹുലിന്റെ പടത്തിൽ തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, ഈ പ്രേതത്തിനെല്ലാം ഡിക്റ്റേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള സെൻസർ എല്ലാം ഒരു ഹയർ കാസ്റ്റ് പോറ്റി ടീംസിന് മാത്രമേ രാഹുലിന്റെ പടങ്ങളിൽ കാണാറുള്ളൂ. ഈ പടത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു പള്ളിയിലച്ഛനുണ്ട്. പള്ളിയിലച്ഛന് കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. എന്നാലും ഈ മധുസൂദനൻ പോറ്റി എന്ന് പറയുന്ന ആളാണ് ഈ പ്രയത്നം ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. അതെല്ലാം ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയുടെ വിഷ്വലും എഡിറ്റും, അതായത് സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം പല ഭാഗങ്ങളിലും നമ്മൾ ഈ സീരിയലെല്ലാം കാണൂല്ലേ, സീരിയലിൻ്റെ എല്ലാം വിഷ്വൽ പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ഡയലോഗ് ഡെലിവറിയും വളരെ പൂറാകുന്ന സമയത്ത് ചില ഭാഗങ്ങളെല്ലാം വല്ലാണ്ട് നമുക്ക് ഒരു കല്ലുകടി പോലെ നമുക്ക് തോന്നും. പക്ഷെ പടത്തിന്റെ ഡ്യൂറേഷൻ ഒന്നും അത്രയില്ല കേട്ടോ. 2 മണിക്കൂറിൽ താഴെയാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. അപ്പൊ വല്ലാണ്ട് ലാഗ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പ്രണവ് മോഹൻലാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയാകുമായിരുന്നു എന്ന് തോന്നി. എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും മോശമൊന്നുമല്ല കേട്ടോ. ഇവര് ഈ അർജുനും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിന്റെ കോമ്പിനേഷൻ സീൻ വരുന്നുണ്ട്. അത് നല്ല കിടിലമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സിനിമയുടെ OTT റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതാൻ, അതായത് ഈ ഉപന്യാസം എഴുതുന്ന കുറെ ടീം ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലെല്ലാം, അവർ ഏറ്റവും കൂടുതൽ എഴുതാൻ വേണ്ടി പോകുന്ന ഒരു ഭാഗം അതായിരിക്കും. ആ ഭാഗത്ത് കിടിലമായിരുന്നു രണ്ടുപേരും. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇൻട്രോയില് പ്രണവിന്റെ പെർഫോമൻസ് ഉണ്ട്. അതായത് ഇവര് വീട്ടിലുള്ള ഒരു ഫ്രണ്ട്സ് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും അയാളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മറ്റത് ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് സെക്ഷനാണ്. അത് അന്യായമാണ്. അതായത് ഈ പ്രണവ് മോഹൻലാൽ വരുന്ന സമയത്തെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. ഈ പേടിപ്പിക്കുന്ന സ്കോർ അല്ല, അതല്ലാതെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവുമല്ലോ, അതിൽ ഒരു ഹോളിവുഡ് ലെവലുള്ള നല്ലൊരു ആൽബംസ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ട്രാക്കായിരുന്നു. പിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സൗണ്ടിന്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. പ്രത്യേകിച്ച് ഇന്റർവെല്ലിന് ശേഷം അങ്ങോട്ടേക്കുള്ള ഭാഗം നമ്മൾ ശരിക്കും ഞെട്ടും. എടുത്തു പറയേണ്ട 2 പെർഫോമൻസ്, ഒന്ന് ജയ കുറുപ്പ്, അതുപോലെ തന്നെ എൽസമ്മ എന്നാണ് ആ ക്യാരക്ടറിന്റെ പേര്, നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എസ്തെറ്റിക് കുഞ്ഞമ്മ, അർജുന്റെ കഥാപാത്രവും അടിപൊളിയാണ്. അർജുന്റെ ഇൻട്രോ സീൻ, അതായത് ഇവൻ ആ മരണം കഴിഞ്ഞിട്ട് ഇവൻ സ്മോക്ക് ചെയ്തുകൊണ്ട് ഒരു ഫുട്ബോൾ ഇങ്ങനെ തട്ടുന്ന ഒരു സീനുണ്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. കിടലും ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ ചെക്കൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ മേക്കപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെവി. ഒറ്റ സീൻ പറഞ്ഞാൽ മതി, ഈ ചങ്ങായി ആ ബിൽഡിങ്ങിന്റെ മേലെ താഴെ വീഴുന്നൊരു സീനുണ്ട്. അത് കണ്ടാലില്ലേ നമ്മൾ
പച്ചവെള്ളം പോലും കുടിക്കില്ല, അമ്മാതിരി ഒരു സീനാണ്. അതായത് ഹോളിവുഡിൽ മാത്രമേ ഞാൻ അമ്മാതിരി ഒരു സാധനം കണ്ടിട്ടുള്ളൂ. പക്ഷേ അത് ഈ പടത്തിൽ കൊണ്ടുവന്ന് ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് അവര്. കിടിലായിരുന്നു. പിന്നെ പടത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പടമാണിത്. രസമാണ്. സിനിമയുടെ തീമുമായിട്ട് ഒത്തു പോകുന്ന രീതിയിലാണ് പടത്തിന്റെ ടോട്ടൽ എന്താണ് തീം, കളർ ടോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മേക്കിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. രാഹുൽ നല്ല അടിപൊളിയായിട്ട് ഡയറക്ടറാണ്, കിടിലമായി അന്യായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രണവിന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. അതുപോലെ തന്നെ ജിബിന്റെ കഥാപാത്രവും കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കിയതെങ്കിൽ സൂപ്പർ ആയേനെ. അതുപോലെ തന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒന്ന് വൃത്തിയാക്കാമായിരുന്നു എന്നും എനിക്ക് തോന്നി. അപ്പൊ ഇതാണ് ഡയസ് ഇറെ, കണ്ടു നോക്കുക.